വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ്. നമുക്കറിയാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. പലപ്പോഴും പരീക്ഷയ്ക്ക് പല രീതിയിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ 2-3 ക്ലാസ്സുകളൊക്കെ വേണ്ടി വരും നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് തീരാൻ. കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായതിന്റെ കാരണങ്ങൾ എന്താണ്, അതിന്റെ അനന്തര ഫലങ്ങൾ എന്താണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം വ്യക്തികളുണ്ട്. ആ വ്യക്തികളെ കുറിച്ച് ഇതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ പഠിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് പഠിച്ചു പോവാന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ എടുത്താലും അത് ഭംഗിയായിട്ട് പഠിച്ചു പോകണം. 2-3 ക്ലാസ്സുകൾ വേണ്ടി വരുമെന്ന് ഞാൻ പറയാൻ കാരണം എന്തുകൊണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസിന്റെ ദൈർഘ്യം ഇത്തിരി കൂടിപ്പോവും, അതുകൊണ്ടാണ്. അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് 1857 നടന്ന വിപ്ലവത്തെയാണ്, അല്ലെ? 1857 വിപ്ലവത്തെ അല്ലെങ്കിൽ 1857 റിവോൾട്ടിനെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്. അങ്ങനെ 1857 വിപ്ലവത്തിന് ഒരു പേരുണ്ട്, ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതുപോലെ തന്നെ അതിന് വേറൊരു പേരും കൂടിയുണ്ട്, ചപ്പാത്തി വിപ്ലവം എന്ന് വിളിക്കും. എന്താണ് ചപ്പാത്തി വിപ്ലവം? അപ്പൊ 1857 വിപ്ലവം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ചപ്പാത്തി വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഒരേ കാര്യമാണ്, അല്ലെങ്കിൽ ഒരേ വിപ്ലവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്നാണ് 1857 വിപ്ലവം നടന്നത്? 1857 മെയ് 10-നാണ്, മെയ് മാസം 10-ാം തീയതിയാണ് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് വർഷം, മാസം, ദിവസം പ്രധാനമാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് 1857 മെയ് 10-നാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും 1857 റിവോൾട്ട് എന്നും, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നും 1857 റിവോൾട്ട് എന്നും ചപ്പാത്തി വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? ഈ സമരം എല്ലാം ഒരേ സമരം തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത്, ഈ സമരത്തിന് വേറൊരു പേരും കൂടി ഉണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് വിശേഷിപ്പിക്കുന്നത് ശിപ്പായി ലഹള എന്നാണ്. കണ്ടോ, വേറൊരു പേരും കൂടി ഉണ്ട്. എന്താണ് ശിപ്പായി ലഹള? എന്താണ് ശിപ്പായിമാരെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സൈന്യത്തില് ഉണ്ടായിരുന്ന ഇന്ത്യക്കാരായിട്ടുള്ള സൈനികരെ ബ്രിട്ടീഷുകാർ കളിയാക്കി വിളിച്ചിരുന്നത് എന്താണ്? ശിപ്പായിമാർ എന്നാണ്, അല്ലെങ്കിൽ അവർ ശിപ്പായിമാർ എന്നാണ് നമ്മളെ വിളിച്ചിരുന്നത്. അപ്പൊ ശിപ്പായി ലഹള എന്നും ഇതറിയപ്പെടുന്നു. ശിപ്പായി ലഹള, ചപ്പാത്തി വിപ്ലവം, 1857 വിപ്ലവം, ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതായത് ഈ ചപ്പാത്തി വിപ്ലവം എന്ന് പറയാൻ ഇതിന്റെ കാരണം, ഈ വിപ്ലവത്തിന്റെ രഹസ്യമുദ്ര എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ രഹസ്യമുദ്ര എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ചപ്പാത്തിയും ചുവന്ന താമരയുമാണ്. എന്താണ്? ചപ്പാത്തിയും അതുപോലെ തന്നെ ചുവന്ന താമരയുമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ രഹസ്യ മുദ്ര എന്നറിയപ്പെടുന്നത്. എന്താണെന്ന് അറിയാമോ ഇത്? അതായത് 1857 വിപ്ലവത്തില് എന്താ പറയാ, അന്നൊന്നും നമുക്ക് ഇത്രയും രീതിയിലുള്ള ആധുനിക സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കലാപകാരികൾക്കുള്ള നിർദ്ദേശങ്ങള് ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാര് ചപ്പാത്തി ഉണ്ടാക്കി, ആ ചപ്പാത്തിയുമേ പ്രാദേശിക ഭാഷയിൽ കലാപകാരികൾക്കുള്ള നിർദ്ദേശം എഴുതിയിട്ട് രാത്രിയിൽ ഈ മറ്റു പ്രദേശങ്ങളിലേക്ക് കൈമാറും. അതുകൊണ്ടാണ് ഇതിന് എന്ത് പേരും കൂടി വന്നത്? ചപ്പാത്തി വിപ്ലവം എന്ന് പറയുന്നത്. ഈ എന്താ പറയാ, ചപ്പാത്തിയിൽ ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയുടെ ആ പരിപാടി തുടങ്ങി വെച്ചത് ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് എന്താ പറയുന്നത്? ഗുരു ദാദാ ബാബയാണ്, ദാസ ബാബയാണ്. ഗുരു ദാസ ബാബ, ഗുരു ദാസ ബാബയാണ് കേട്ടോ. ഇദ്ദേഹമാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഇദ്ദേഹം ആരാന്നറിയോ നിങ്ങൾക്ക്? നാനാ സാഹിബിനെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കും. ഈ നാനാ സാഹിബിന്റെ ഗുരുവാണ് ആരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരു ദാസ ബാബ. അപ്പൊ ഗുരു ദാസ ബാബയാണ് ഇതിന് തുടക്കം കുറിച്ചത്. ചപ്പാത്തിയിലെ എഴുത്ത് പരിപാടികളൊക്കെ നടത്താൻ വേണ്ടി തുടക്കം കുറിച്ചത് ആരാണ്? നമ്മുടെ ഗുരു ദാസ ബാബയാണെന്ന് മനസ്സിലാക്കാം. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ തീപ്പൊരി വീണത് എവിടെയാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ തീപ്പൊരി വീണത് എവിടെയാണ്? അതായത് അടുപ്പിൽ നിന്നൊരു തീപ്പൊരി വീണതോ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആരെങ്കിലും ഒരാൾ ഒരു തീ കത്തിച്ചിട്ടതൊന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് പ്രശ്നം? എവിടെയാണ് ആദ്യം ഉണ്ടായേ എന്നാണ്. തീപ്പൊരി എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഭംഗിയായിട്ട് പറയുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി, തീപ്പൊരി വീണത് എന്ന് മാത്രമല്ല, 1857 വിപ്ലവത്തില് മംഗൾ പാണ്ഡെയുടെ നേതൃത്വത്തിൽ, മംഗൾ പാണ്ഡെ കേട്ടിട്ടുണ്ടാവും നമ്മള്. മംഗൾ പാണ്ഡെയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. മംഗൾ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ഇദ്ദേഹം ഒരു വെടിവെപ്പ് നടത്തി. ആ വെടിവെപ്പ് നടത്തിയത് എവിടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലെ
ബാരക്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഇവിടെയാണ് ഇതിന് തുടക്കം കുറിച്ചത്, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചത്. ഈ മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന വ്യക്തി ബ്രിട്ടീഷുകാരുടെ എന്താണ് സൈന്യം ഉണ്ടാവുമല്ലോ, ആ സൈന്യത്തിലെ 34-ാം റെജിമെന്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു. എത്രാമത്തെ റെജിമെന്റ് ആണ്? 34-ാം റെജിമെന്റ്. അതും ചോദിച്ചിട്ടുണ്ട്. 34-ാം റെജിമെന്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു ആര്? ഈ മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത്. ഈ മംഗൾ പാണ്ഡെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരോടുള്ള ഇവരുടെ ബ്രിട്ടീഷുകാർക്ക് ഇവരോടുള്ള ആരോട്? നമ്മുടെ ശിപ്പായിമാരോട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഉദ്യോഗസ്ഥരോടുള്ള പെരുമാറ്റത്തിലും അതുപോലെ തന്നെ വിവേചനത്തിലൊക്കെ മംഗൾ പാണ്ഡെക്ക് വളരെ ദേഷ്യം വരികയും അദ്ദേഹം എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ആ പരിക്കേൽപ്പിച്ചതാണ് എവിടെ വെച്ചിട്ട്? വെസ്റ്റ് ബംഗാളിലെ ബാരക്പൂരിൽ വെച്ചിട്ട്. അപ്പൊ അതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ തീപ്പൊരി എന്ന് പറയുന്നത്. എന്നാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായിട്ടുള്ളത് എന്തൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണം എന്താ പറയുന്നുണ്ടെങ്കിൽ, ബ്രിട്ടീഷുകാരെ നമുക്ക് എന്തേ കൊടുത്തിരുന്നുള്ളൂ? തുച്ഛമായ ശമ്പളം മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. വളരെ കുറവ് ശമ്പളമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ധാരാളം അവഹേളനങ്ങളൊക്കെ ഇവര് എന്താ പറയുന്നത്, പരിഹാസങ്ങൾ, അവഹേളനങ്ങളൊക്കെ ഇവര് സഹിക്കേണ്ടി വന്നു. ഇതൊക്കെ കാരണമാണ്. എന്നാൽ പെട്ടെന്നുണ്ടായ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യ സമരം ഉണ്ടാവാനായിട്ടുള്ള പെട്ടെന്നുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സൈനികർക്ക് പുതിയതായിട്ട് എന്ത് നൽകി? തോക്കുകൾ നൽകി. എന്ത് തോക്കാ നൽകിയെന്നറിയോ നിങ്ങൾ? എൻഫീൽഡ് തോക്കുകളാണ് നൽകിയത്. സൈനികർക്ക് ഉപയോഗിക്കാനായിട്ട് ഇവര് എൻഫീൽഡ് തോക്കുകൾ നൽകി. ഈ എൻഫീൽഡ് തോക്കുകളിൽ എന്താ ഉണ്ടായിരുന്നെന്നാ പറയണത്? എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിച്ചിരുന്ന തിരകളിൽ ആ തിരകളിൽ എന്താ ഉണ്ടായിരുന്നേ? പശുവിന്റെയും പന്നിയുടെയും ഒക്കെ കൊഴുപ്പ് ഉപയോഗിച്ചു. ആരുടെയാണ്? പശു, പന്നി, ഇതിന്റെയൊക്കെ കൊഴുപ്പ് ഉപയോഗിച്ചു. ഇത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? നമ്മുടെ സൈനികർക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ശിപ്പായികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതായത് നമ്മുടെ മതത്തിനൊക്കെ എതിരായിട്ടുള്ള രീതിയിൽ പശു, പന്നി അതിന്റെയൊക്കെ കൊഴുപ്പ് ഉപയോഗിച്ചത് മതാചാരങ്ങൾക്ക് എതിരാണെന്നൊക്കെ ഉള്ള ഒരു കാരണങ്ങൾ കൊണ്ട്. പെട്ടെന്നുണ്ടായ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? അതായത് സൈനികർക്ക് നൽകിയ എൻഫീൽഡ് തോക്കുകളിലെ തിരകളില് പശു, പന്നി എന്നിവയുടെ മൃഗക്കൊഴുപ്പ്, അല്ലെങ്കിൽ എന്താ പറയാ, തോക്കിലെ തിരകളില് എന്തുപയോഗിച്ചു? മൃഗക്കൊഴുപ്പ് പുരട്ടിയത്. ആർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാ പറയണത്? നമ്മുടെ സൈനികർക്ക് ഇഷ്ടപ്പെടാത്തതാണ് പെട്ടെന്നുണ്ടായ കാരണം എന്നും കൂടെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യം ഒന്നും കൂടെ പറഞ്ഞ, 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ചപ്പാത്തി വിപ്ലവം, ശിപ്പായി ലഹള എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. 1857 മെയ് 10-നാണ് ഈ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം മീററ്റിൽ നിന്നാണ്. എവിടെ നിന്നാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത്? മീററ്റിൽ നിന്നാണ്. അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണ്? മീററ്റിൽ നിന്നാണ് പൊട്ടിപ്പുറപ്പെട്ടത്. ഇനി അടുത്തത്, ഇതിന്റെ രഹസ്യമുദ്ര ചപ്പാത്തിയും ചുവന്ന താമരയുമായിരുന്നു. ചപ്പാത്തി വിപ്ലവത്തിന് കാരണക്കാരനായിട്ടുള്ള വ്യക്തി ഗുരു ദാസബാബയാണെന്ന് അറിയാലോ. ചപ്പാത്തി വിപ്ലവത്തിന് കാരണമായിട്ടല്ല, ചപ്പാത്തിയില് എന്താ പറയാ, പ്രാദേശിക ഭാഷയിലൊക്കെ എഴുതി ശിപ്പായിമാർക്ക് രഹസ്യങ്ങളൊക്കെ കൈമാറാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചത് ഗുരു ദാസബാബയായിരുന്നു. അദ്ദേഹം നാനാ സാഹിബിന്റെ ഗുരുവായിരുന്നു എന്നുകൂടി ഓർത്തു വയ്ക്കാം. ഇനി ഇതിനൊരു 1857 റിവോൾട്ടിന് ഒരു തീപ്പൊരി വീഴാൻ കാരണക്കാരനായത് മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ വെസ്റ്റ് ബംഗാളില് ബാരക്പൂരിൽ നടത്തിയ ആക്രമണമാണ്, ഒരു വെടിവെപ്പാണ്. അദ്ദേഹം എന്തു ചെയ്തു എന്നാ പറയണേ? 34-ാം റെജിമെന്റിലെ ഉദ്യോഗസ്ഥനായിരുന്ന മംഗൾ പാണ്ഡെ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനെ വെടിവെച്ച് പരിക്കേൽപ്പിക്കുകയാണ്. ഇനി നമ്മളോട് ചോദിക്കാം, 1857 വിപ്ലവത്തിന് കാരണം എന്താണ്? തുച്ഛമായ ശമ്പളം കൊടുത്തതും അവഹേളനങ്ങളൊക്കെ ഉണ്ടായതും ഒക്കെ ഇവർക്ക് വിഷമുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നുണ്ടായ കാരണം എൻഫീൽഡ് തോക്കുകളില് ഉപയോഗിച്ചിരുന്ന തിരകളില് പശു, പന്നി എന്നിവയുടെ മൃഗക്കൊഴുപ്പ് പുരട്ടാനായിട്ട് ഇവരെ നിർബന്ധിച്ചതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിച്ചുകൊണ്ട് ടീച്ചർ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അങ്ങനെ കലാപകാരികൾ ആദ്യം എത്തിയത് മീററ്റിൽ നിന്നാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് പറഞ്ഞു. ഈ മീററ്റിൽ നിന്ന് കലാപകാരികൾ എവിടേക്ക് പോവാണ്? ഡൽഹിയിലേക്ക് പോവാണ് കേട്ടാ. ഡൽഹിയിൽ അവര് എവിടെ എത്തി? ചെങ്കോട്ട എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്തിയിട്ട് അപ്പൊ അന്ന് അവിടെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇവർ പോയി കണ്ടു. ബഹദൂർ ഷാ രണ്ടാമനെ പോയി കണ്ടിട്ട് പറയാണ്, ബഹദൂർ ഷാ രണ്ടാമനോട് പറയാണ്, താങ്കൾ എന്ത് ഏറ്റെടുക്കണം? ഈ കലാപത്തിന്റെ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കണം എന്ന് പറയണം. അപ്പൊ ആദ്യമൊന്നും ബഹദൂർ ഷാ രണ്ടാമന് അത്ര വലിയ തൃപ്തി ഉണ്ടായിരുന്നില്ല. പക്ഷെ കലാപകാരികളുടെ സമ്മർദ്ദത്താൽ ബഹദൂർ ഷാ രണ്ടാമൻ ഈ 1857 റിവോൾട്ടിന്റെ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ കലാപകാരികള്
ബഹദൂർ ഷാ രണ്ടാമനെ എന്താണ് ഇന്ത്യയുടെ ചക്രവർത്തി ആയിട്ട് പ്രഖ്യാപിച്ചു. ഇദ്ദേഹത്തെ ആരായിട്ട് പ്രഖ്യാപിക്കുകയാണ്? ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട്. അപ്പൊ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനെയാണ് എന്ന് ഓർത്തു വയ്ക്കാം. ഇനി അങ്ങനെ എന്താ പറയുന്നത്, കലാപകാരികള് ഇദ്ദേഹത്തെ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ചക്രവർത്തിയൊക്കെ ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും എന്താണ് ബ്രിട്ടീഷുകാര് എന്ത് ചെയ്തു എന്നാ പറയണത്? നമ്മുടെ ഡൽഹിയൊക്കെ പിടിച്ചെടുത്തു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിയിട്ട് സാധാരണക്കാരായ കുറെ ആൾക്കാരെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്യണ്ടായി. അങ്ങനെ ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ കൊലപ്പെടുത്താൻ സാക്ഷിയായ പ്രശസ്തനായിട്ടുള്ള ഒരു ഉറുദു കവി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരൊന്ന് ഓർത്തു വെച്ചോളൂ, ഉറുദു കവി. ഇതൊക്കെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അദ്ദേഹത്തിന്റെ പേര് മിർസ ഗാലിബ് എന്നാണ്. മിർസ ഗാലിബ് ഇതൊക്കെ കണ്ട് വളരെയധികം വിഷമിക്കുകയും പിന്നീട് കവിതകളൊക്കെ എഴുതുകയും ചെയ്യണ്ടായിരുന്നു എന്നാ പറയണേ മിർസ ഗാലിബ് കേട്ടോ. അപ്പൊ ഏതായാലും നമ്മൾ ഇത്രയും കാര്യം ക്ലിയർ ആയില്ല. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ആണ്. എന്നാൽ വ്യാപിക്കാത്തത്, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കലാപങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചാബിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ മദ്രാസിലും പ്രശ്നങ്ങൾ ഉണ്ടായില്ല, ബോംബെയിലും പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ഏറ്റവും കൂടുതൽ വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം അത്രയും അധികം ശക്തിയായത് എന്നും കൂടി നമ്മൾ ഓർത്തു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കലാപകാരികളായിട്ടുള്ള ശിപായികൾ സ്വീകരിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണ്? കലാപം തുടങ്ങി എന്നറിയാൻ, ഓരോരോ സ്ഥലത്ത് കലാപം തുടങ്ങുമ്പോൾ കലാപം തുടങ്ങി എന്നറിയാൻ അവർ ഉപയോഗിച്ച മാർഗങ്ങൾ, ആദ്യം അവരെന്ത് ചെയ്യും? വെടിമുഴക്കും, വെടിയൊച്ച, അതായത് വെടി പൊട്ടിക്കും. പിന്നെ എന്ത് ചെയ്യും എന്നാ പറയണത്? പിന്നെ അവരെന്ത് ചെയ്യും? ബ്യൂഗിളിന്റെ ശബ്ദം ഉണ്ടാക്കും. വെടിമുഴക്കും, ബ്യൂഗിളിന്റെ ശബ്ദം ഉണ്ടാക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കണം എന്താണ് അവിടെ എന്ത് തുടങ്ങി? നമ്മുടെ ലഹള തുടങ്ങി എന്ന് മനസ്സിലാക്കണം. അപ്പോൾ വെടിമുഴക്കവും ബ്യൂഗിളിന്റെ ശബ്ദവുമാണ് കലാപം ആരംഭിക്കുന്നതിന് ശിപായികൾ സ്വീകരിച്ച മാർഗങ്ങൾ. ഇനി കലാപകാരികളുടെ പ്രധാന മുദ്രാവാക്യം എന്താണ്? കലാപകാരികളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും അവർ ഉപയോഗിച്ചിരുന്ന മുദ്രാവാക്യം സംഘടിക്കുക. എന്താണ് അവരുടെ മുദ്രാവാക്യം? ഇതൊക്കെയാണ്. ഒന്ന്, സംഘടിക്കുക. അടുത്തത് ഉണരുക. സംഘടിക്കുക, ഉണരുക. അങ്ങനെ എന്ത് ചെയ്യുക? വിദേശികളെ പുറത്താക്കുക. സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക എന്നതായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്ന മുദ്രാവാക്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരുപയോഗിച്ചിരുന്നത്? ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്ത് അല്ലെങ്കിൽ 1857 വിപ്ലവ സമയത്ത് കലാപകാരികൾ ഉപയോഗിച്ചിരുന്ന മുദ്രാവാക്യങ്ങൾ. ഈ മുദ്രാവാക്യങ്ങൾ പ്രധാനമായിട്ടും ഹിന്ദി ഭാഷയില്, അതുപോലെ തന്നെ പേർഷ്യൻ ഭാഷയില്, ഉറുദു ഭാഷയിൽ ഉള്ളതായിരുന്നു. ഹിന്ദു, പേർഷ്യൻ, ഉറുദു ഭാഷയിലാണ് ഇവർ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നത് എന്നും കൂടി ഓർത്തു വയ്ക്കുക. ഹിന്ദു, പേർഷ്യൻ, ഉറുദു ഭാഷയിലാണ് കലാപകാരികൾ എന്ത് മുഴക്കിയിരുന്നത്? നമ്മുടെ ഈ മുദ്രാവാക്യം മുഴക്കിയിരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളൊന്നും കൂടെ പറഞ്ഞ്, കലാപം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. മീററ്റിൽ നിന്നും കലാപകാരികൾ എങ്ങോട്ട് പോയി? ഡൽഹിയിലെ ചെങ്കോട്ടയിലേക്ക് പോയി. അവിടെ ചെങ്കോട്ടയിൽ എത്തിച്ചേർന്നു അവര്. 1857 മെയ് 10-നാണ് പൊട്ടിപ്പുറപ്പെട്ടത്. മെയ് 11 ആയപ്പോഴേക്കും അവർ ഡൽഹിയിലെത്തിയിട്ട് അവിടുത്തെ അന്നത്തെ മുഗൾ ഭരണാധികാരിയെ ബഹദൂർ ഷാ രണ്ടാമനെ കണ്ടു. അദ്ദേഹത്തോട് പറയാണ് നേതൃത്വം ഏറ്റെടുക്കണം. ആദ്യം അത്ര താല്പര്യമൊന്നും ഉണ്ടായില്ലെങ്കിലും അദ്ദേഹം നേതൃത്വം ഏറ്റെടുത്തു. അങ്ങനെ കലാപകാരികൾ അദ്ദേഹത്തെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ഉപരോധിച്ചു. നമ്മളിവിടെ ഡൽഹിയൊക്കെ എന്താ പറയാ വലിയ കാര്യമായിട്ട് പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞാലും കാര്യമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബ്രിട്ടീഷുകാര് എന്ത് ചെയ്തു? ഡൽഹിയൊക്കെ പിടിച്ചെടുത്ത് അവിടെ ഉണ്ടായിരുന്ന കുറെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ വെറുതെ കൊല ചെയ്യണ്ടായി. അതിന് സാക്ഷ്യം വഹിച്ച ഉറുദു കവിയാണ് മിർസ ഗാലിബ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കലാപം വ്യാപിച്ചത് ഉത്തർപ്രദേശിലാണ്. കലാപം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ പഞ്ചാബ്, മദ്രാസ്, ബോംബെ തുടങ്ങിയ സ്ഥലങ്ങളാണ്. ഇനി കലാപകാരികള് ഇങ്ങനെ കലാപം തുടങ്ങി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തന്നത്, അല്ലെങ്കിൽ കലാപം തുടങ്ങാൻ അവർ സ്വീകരിച്ചിരുന്ന മാർഗങ്ങൾ വെടിമുഴക്കവും ബ്യൂഗിളിന്റെ ശബ്ദവുമാണ്. അവർ ഉപയോഗിച്ചിരുന്ന മുദ്രാവാക്യം സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക എന്നതാണ്. ആ മുദ്രാവാക്യം അവർ ഹിന്ദി, പേർഷ്യൻ, ഉറുദു ഭാഷകളിലാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഈ സമയത്ത് 1857 വിപ്ലവ സമയത്ത് ആരായിരുന്നു ബ്രിട്ടീഷ് ഗവർണർ ജനറൽ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അതും കൂടി ഒന്ന് ഓർത്തു വെക്കണം. ഈ
സമയത്ത് ബ്രിട്ടീഷുകാരുടെ ഗവർണർ ജനറൽ ആരാണ്? ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറലിന്റെ പേര് കാനിങ് പ്രഭു ആയിരുന്നു. ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ സൈനിക തലവൻ ആരായിരുന്നു? സൈനിക തലവൻ, ആ ബ്രിട്ടീഷ് സൈനിക തലവന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോളിൻ ക്യാമ്പൽ ആണ്. കോളിൻ ക്യാമ്പൽ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഓർത്തു വെക്കണം. കോളിൻ ക്യാമ്പൽ ആണ് സൈനിക തലവൻ എന്ന് ഓർത്തു വെക്കുക. ആ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേര് പാൽമേഴ്സ്റ്റൺ പ്രഭു എന്നാണ്. പാലാണ് കേട്ടോ, പാൽമേഴ്സ്റ്റൺ പ്രഭു ആണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. പാൽമേഴ്സ്റ്റൺ പ്രഭു. ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ രാജ്ഞി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു? വിക്ടോറിയ രാജ്ഞിയാണ്. അത് നമ്മൾ മറക്കില്ല. ഇത് കഴിഞ്ഞാൽ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം നമ്മൾ പഠിക്കും അല്ലെ. അപ്പൊ വിക്ടോറിയ രാജ്ഞിയാണ്. അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? കാനിങ് പ്രഭു. ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ക്യാമ്പൻ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൺ പ്രഭു. ബ്രിട്ടീഷ് രാജ്ഞി ആരായിരുന്നു എന്നാ പറയുന്നത്? വിക്ടോറിയ രാജ്ഞി. ബ്രിട്ടീഷുകാരുടെ രാജ്ഞി ആരായിരുന്നു? വിക്ടോറിയ രാജ്ഞി. ഇനി ഒരു പ്രശ്നം നടക്കുമ്പോൾ എങ്ങനെയായാലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് രക്തസാക്ഷികൾ ഉണ്ടാവും. അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രക്തസാക്ഷികളെയാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. ഈ വിപ്ലവത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മംഗൾ പാണ്ഡെയാണ്. ഇദ്ദേഹത്തെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. മംഗൾ പാണ്ഡെ, അതുപോലെ തന്നെ ഝാൻസി റാണി, ഓരോ ഏരിയയിലും നേതൃത്വം നൽകിയ ആൾക്കാരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കണം. അപ്പൊ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. എന്നാൽ വനിതാ രക്തസാക്ഷി എന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ പേര് പറയണം. പ്രീതി ലത വഡോദ്കർ. ആരാണ് അവര്? പ്രീതി ലത വഡോദ്കർ. പ്രീതി ലത വഡോദ്കർ എന്ന് പറയുന്നതാണ് ആദ്യത്തെ വനിതാ രക്തസാക്ഷി. ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക്? ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡോദ്കർ ആണ്. ഇനി ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് ഖുദ്ദിറാം ബോസ് എന്നാണ്. എന്താണ്? ഖുദ്ദിറാം ബോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി. ഇനി അടുത്തത് ആദ്യത്തെ മുസ്ലിം രക്തസാക്ഷിയുടെ പേരാണ് ചോദിക്കണേ വെച്ചാൽ വനിത ചോദിച്ച പോലെ തന്നെ മുസ്ലിം രക്തസാക്ഷിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അഷ്ഫഖ് ഉല്ലാ ഖാൻ എന്ന് പറയണം. ആരാണ്? അഷ്ഫഖ് കേട്ടോ. അഷ്ഫഖ് ഉല്ലാ ഖാൻ ആണ് എന്തെന്ന് പറയേണ്ടത് നമ്മള്? ആദ്യത്തെ മുസ്ലിം രക്തസാക്ഷി. ഇത്രയും കാര്യം ക്ലിയർ ആയോ നോക്കൂ. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് നമ്മുടെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിക്കുന്ന ലഹളയിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ, ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡോദ്കർ, പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദ്ദിറാം ബോസ്, മുസ്ലിം രക്തസാക്ഷി അഷ്ഫഖ് ഉല്ലാ ഖാൻ. ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ്, ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ക്യാമ്പൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൺ പ്രഭു, ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞി. 1857 വിപ്ലവത്തെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ, ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡോദ്കർ, ആദ്യ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദ്ദിറാം ബോസ്, മുസ്ലിം രക്തസാക്ഷി ആരാണ്? അഷ്ഫഖ് ഉല്ലാ ഖാൻ. മുസ്ലിം രക്തസാക്ഷിയുടെ പേര് എന്താണ്? അഷ്ഫഖ് ഉല്ലാ ഖാൻ എന്നാണ്. ഇനി അടുത്ത കാര്യം എന്താണെങ്കിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞത് എന്താണ്? ഓരോ രക്തസാക്ഷിമാരെയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 1857 വിപ്ലവത്തിന് കാരണമായിട്ടുള്ള ബ്രിട്ടീഷ് നിയമങ്ങൾ എന്തൊക്കെ. ബ്രിട്ടീഷുകാർ കുറച്ച് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. ഈ ബ്രിട്ടീഷ് നിയമങ്ങൾ എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് വഴിതെളിച്ചു. നമ്മളിപ്പോ പറയുന്നുണ്ട്, അതായത് ബ്രിട്ടീഷുകാരായിട്ടുള്ള ഉദ്യോഗസ്ഥര് നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥരോട്, അതായത് ശിപ്പായിമാരോട് മോശമായിട്ട് പെരുമാറി അല്ലെ, അവർക്ക് ശമ്പളം കുറച്ചേ കൊടുത്തുള്ളൂ, പെട്ടെന്നുണ്ടായ കാരണം മൃഗക്കൊഴുപ്പ് പുരട്ടിയ തിരകൾ ഉപയോഗിക്കാൻ പറഞ്ഞതാണ്. ഇതൊക്കെ പറഞ്ഞു. ഇത് കൂടാതെ ചില ബ്രിട്ടീഷ് നിയമങ്ങളും ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായി. താഴെ പറയുന്നവയിൽ ഏത് ബ്രിട്ടീഷ് നിയമമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാരണമല്ലാത്തത് അല്ലെങ്കിൽ കാരണമായത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയണം. ആദ്യത്തത് 1848 നടന്ന ദത്താവകാശ നിരോധന നിയമം. 1808 ദത്താവകാശ നിരോധന നിയമം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1848 ദത്താവകാശ നിരോധന നിയമം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. 1848 ഏതാണ്? 1848 ദത്താവകാശ നിരോധന നിയമം. ഇനിയുണ്ട് 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട്, 54 പോസ്റ്റ് ഓഫീസ് നിയമം, 56 വിധവാ പുനർവിവാഹ നിയമം, ഇനി അതുപോലെ 56 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. പക്ഷേ ഈ ദത്താവകാശ നിരോധന നിയമത്തെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്
ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ദത്താവകാശ നിരോധന നിയമം എന്താണെന്നൊന്ന് പഠിച്ചിട്ട് നമുക്ക് അടുത്ത നിയമങ്ങൾ പഠിക്കാം. ദത്താവകാശ നിരോധന നിയമത്തിന്റെ പ്രത്യേകത, ഒരു നാട്ടുരാജ്യത്ത് ആ രാജാവിനും രാജ്ഞിക്കും അനന്തരാവകാശികൾ ഇല്ല, അതായത് സ്വന്തമായിട്ട് മക്കളില്ല എങ്കിൽ നാട്ടുരാജ്യത്ത് രാജാവോ രാജ്ഞിയോ മരണപ്പെട്ടാല് ആ രാജ്യം ആരുടെ അധീനതയിലാവും? ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവും. കാരണം എന്തുകൊണ്ടാണെങ്കിൽ എന്താണ്, അവർക്ക് ഒരു പുത്രനെ ദത്തെടുത്താൽ ആ ദത്തെടുത്ത പുത്രന് ആ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവകാശമില്ല എന്നതാണ് ഈ ദത്താവകാശ നിരോധന നിയമത്തിൽ പറയുന്നത്. ഈ ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹൌസി പ്രഭുവാണ്. ദത്താവകാശ നിരോധനം കൊണ്ടുവന്ന വ്യക്തി ഡൽഹൌസി പ്രഭുവാണ്. അങ്ങനെ ദത്താവകാശ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം എന്താ പറയുന്നത് സ്ഥലങ്ങള് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. അങ്ങനെ ആദ്യമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏത് എന്ന് ചോദിക്കും. അതിന്റെ പേര് സത്താറ എന്നതാണ്. ഏതാണ്? സത്താറ. ഏതാണ്? സത്താറ. ഇനി അതുപോലെ തന്നെ ജയ്പൂർ എന്ന് പറയുന്ന സ്ഥലം, സത്താറ വന്നു, സത്താറ. അടുത്തത് ജയ്പൂർ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ നിങ്ങള്. അടുത്തത് സാമ്പൽപൂർ എന്ന് പറയുന്ന പ്രദേശം കൂട്ടിച്ചേർത്തു. ഏതാണ്? സാമ്പൽപൂർ. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? സത്താറ, ജയ്പൂര്, സാമ്പൽപൂര്, ഇവിടെയൊക്കെ രാജാക്കന്മാർക്ക് ആരുണ്ടായില്ല? മക്കൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരുടെ മരണശേഷം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആ പ്രദേശം കൂട്ടിച്ചേർക്കാണ്. അതുപോലെ തന്നെ അടുത്ത സ്ഥലത്തിന്റെ പേര് ഉദയ്പൂർ. ഏതാണ്? ഉദയ്പൂർ. അടുത്ത സ്ഥലത്തിന്റെ പേര് നാഗ്പൂർ. ഏതാണ്? നാഗ്പൂർ. അടുത്ത വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഝാൻസി. ഏതാണ് സ്ഥലം? ഝാൻസി. ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി അല്ലെ, അപ്പൊ അവര് നമ്മുടെ ഝാൻസി റാണി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവര് എന്താ പറയുന്നത്, ഝാൻസിയില് നമ്മുടെ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ആളാണ്. അത് വളരെ എന്താ പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി അവസാനം ദത്താവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട സ്ഥലം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔദാണ് കേട്ടോ മക്കളെ. ഏതാണ്? ഔദ്. ഔദാണ് കേട്ടോ. ഓ ആണ് ഇത്, ഔദ്. എന്താണ്? ഔദ് എന്നാണ് സ്ഥലത്തിന്റെ പേര്. അപ്പൊ നോക്കി നിങ്ങളെ എന്തൊക്കെ സ്ഥലങ്ങളെ കൂട്ടിച്ചേർത്തേന്നുള്ളതൊന്ന് ഓർത്തു വെക്കിയേ. ഏതൊക്കെ സ്ഥലങ്ങളെ അവിടെ കൂട്ടിച്ചേർത്തേന്ന് മനസ്സിലാക്കിയേ നിങ്ങള്. ഏതൊക്കെ സ്ഥലങ്ങളെ കൂട്ടിച്ചേർത്തേ? 1848 ദത്താവകാശ നിരോധന നിയമപ്രകാരം എന്താണ്, ആദ്യം സത്താറ എന്ന് പറയുന്ന നാട്ടുരാജ്യം, പിന്നീട് ജയ്പൂര്, സാമ്പൽപൂര്, ഉദയ്പൂര്, നാഗ്പൂര്, ഝാൻസി, ലാസ്റ്റ് ഔദ്. ഇത്രയും നാട്ടുരാജ്യങ്ങൾ ആരുടെ കീഴിലായി മാറുകയാണ്? നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കീഴിലായി മാറാണ്. അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള രാജാക്കന്മാർക്കും അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കൾക്കും സാധാരണ ജനങ്ങൾക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. ഇനി ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണെന്നാ പറഞ്ഞത്? ഡൽഹൌസി പ്രഭുവാണ്. ആരാണ് ദത്താവകാശ നിരോധന നിയമത്തിന്റെ ആള്? ആ സമയത്ത് ആരായിരുന്നു ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയണം? നമ്മുടെ ഡൽഹൌസി പ്രഭുവിന്റെ പേര് പറയണം. ഇനി രണ്ടാമത്തെ നിയമം നോക്കൂ. ബ്രിട്ടീഷ് നിയമം രണ്ടാമത്തെ നിയമം 1850 നിയമമാണ്. 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട്. എന്താണ് അതിന്റെ പേര്? റിലീജിയസ്. എന്താണ്? റിലീജിയസ് എന്നാണ്. റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം. റിലീജിയസ് ഡിസബിലിറ്റീസ് ട്ടോ. അപ്പൊ 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ടും എന്തിന് കാരണമായി എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യത്തിന് കാരണമായി. ഒന്നാം സ്വാതന്ത്ര്യത്തിന് കാരണമായ ബ്രിട്ടീഷ് നിയമമാണത് കേട്ടോ. ഇനി 1854 വേറൊരു നിയമം വന്നു. അത് എന്താണ്? പോസ്റ്റ് ഓഫീസ് ആക്ട് ആണ്. എന്താ മക്കളെ? പോസ്റ്റ് ഓഫീസ് ആക്ട് ആണ് 1854 വന്നത്. ഇനി 1856 ഒരു നിയമം വന്നു. അതെന്തായിരുന്നു? ഹിന്ദു വിധവ പുനർവിവാഹ നിയമമായിരുന്നു. എന്താണ്? ഹിന്ദു വിധവകൾക്ക് പുനർവിവാഹം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള നിയമം. പുനർവിവാഹ നിയമം. വിധവ പുനർവിവാഹ നിയമം. ഇനി ഒരു നിയമം കൂടി ഉണ്ട്. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. എന്താണ്? ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ്. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ്. എന്താണ്? എൻലിസ്റ്റ്മെന്റ്. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് എന്നാ വന്നേന്ന് മനസ്സിലാക്കണം. 1856 തന്നെയാണ്. 1856. അപ്പൊ ഇത്രയും നിയമങ്ങൾ ഒന്ന് പറഞ്ഞേ നിങ്ങള്. അതായത് 1857 വിപ്ലവത്തിന് കാരണമായ ബ്രിട്ടീഷ് നിയമങ്ങൾ ഏതൊക്കെയാണ്? 1848 ദത്താവകാശ നിരോധന നിയമം, 1850 റിലീജിയസ്
ഡിസബിലിറ്റീസ് ആക്ട്, 1854 പോസ്റ്റ് ഓഫീസ് ആക്ട്, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമവും ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ടും. ഒന്നും കൂടെ പറഞ്ഞേ. 1848 ദത്താവകാശ നിരോധന നിയമം, 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട്, 1854 പോസ്റ്റ് ഓഫീസ് ആക്ട്, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1856 തന്നെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞല്ലോ, ഈ ദത്താവകാശ നിരോധന നിയമത്തെ കുറിച്ച്. 1848 ദത്താവകാശ നിരോധന നിയമം നിലവിൽ വന്നത്. അതായത് എന്താണ്? അനന്തരാവകാശികൾ ഇല്ലാതെ നാട്ടുരാജ്യത്തിലെ ഭരണാധികാരികൾ മരണപ്പെട്ടാൽ, അനന്തരാവകാശികൾ എന്ന് പറഞ്ഞത് ദത്തെടുത്ത ആൾക്കാർ പറ്റില്ല, സ്വന്തമായിട്ട് മക്കളില്ലാതെ മരണപ്പെട്ടാൽ നാട്ടുരാജ്യം ആരുടെ കീഴിലാവും? ബ്രിട്ടീഷുകാരുടെ അധീനതയിലാകും എന്നുള്ളതാണ് ദത്താവകാശ നിരോധന നിയമം. കൊണ്ടുവന്ന വ്യക്തി ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണ്? സത്താറയാണ്. അവസാനം കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏതാണ്? ഔദാണ്. മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ് നാട്ടുരാജ്യങ്ങൾ? ജയ്പൂർ, സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ, ഝാൻസി തുടങ്ങിയവയാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ബ്രിട്ടീഷ് ാർക്കെതിരെ 1857 ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായിട്ടുള്ള എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി? ബ്രിട്ടീഷ് നിയമങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു, നമ്മളിപ്പോ 1857 വിപ്ലവം എന്ന് നമ്മൾ പഠിച്ചു. ഈ 1857 വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് വിളിക്കുന്ന ഒരു കലാപമുണ്ട് അത്രേ. ഏതാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്നറിയപ്പെടുന്നത്? ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്നറിയപ്പെടുന്നത് 1806 വെല്ലൂർ കലാപത്തെയാണ്. അപ്പൊ 1806 വെല്ലൂരിൽ നടന്ന കലാപത്തെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ എന്തെന്നാ വിളിക്കണേന്നാ പറയണത്? ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്നാ വിളിക്കണേ. കാരണം എന്താണെന്നറിയോ? ഇതിന്റെ വെല്ലൂർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ സ്ഥലമാണ് വെല്ലൂര്. വെല്ലൂരില് കലാപം പൊട്ടിപ്പുറപ്പെട്ടത് 1806 ജൂലൈ മാസം 10-ാം തീയതിയാണ്. 1806 ജൂലൈ മാസം 10-ാം തീയതിയാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത്. എന്താ കാരണം എന്നറിയോ? അതായത് പട്ടാളക്കാർക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണ രീതി ഏർപ്പെടുത്തിയത്. എന്താണ്? അപ്പൊ വസ്ത്രധാരണ രീതി ഏർപ്പെടുത്തിയത് ആണ് ഇതിന് കാരണം. പട്ടാളക്കാർക്ക് പുതിയ വസ്ത്രധാരണ രീതി ഏർപ്പെടുത്തിയപ്പോ പട്ടാളക്കാർക്ക് ഏത് പട്ടാളക്കാർക്ക്? നമ്മുടെ എന്താ പറയാ, ഇന്ത്യയിലെ പട്ടാളക്കാർക്ക്. അതാർക്ക് ഇഷ്ടപ്പെട്ടില്ല? പട്ടാളക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ആ വസ്ത്രധാരണ രീതി ഏർപ്പെടുത്തിയത് ആരാണ്? സർ ജോൺ ക്രാറ്റോക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? ജോൺ ക്രാറ്റോക്ക്. അതും കൂടി ഓർത്തു വെക്കുക. ജോൺ ക്രാറ്റോക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്. ജോൺ ക്രാറ്റോക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇവർക്ക് പ്രത്യേക ഒരു വസ്ത്രധാരണ രീതി ഏർപ്പെടുത്തിയത്. അപ്പൊ ഇത് ഇഷ്ടപ്പെടാണ്ടായപ്പോ വെല്ലൂരിലെ കലാപം 1856 ജൂലൈ 10-ന് പൊട്ടിപ്പുറപ്പെട്ടു. അതുകൊണ്ടാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെ വെല്ലൂർ മ്യൂട്ടിനിയെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? വി ഡി സവർക്കർ ആണ്. ആരാണ്? വി ഡി സവർക്കർ ആണ്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് നമ്മള് വെല്ലൂർ കലാപത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിശേഷിപ്പിച്ചത് ആരാണ്? വി ഡി സവർക്കർ ആണ്. അപ്പൊ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിച്ചപ്പോൾ അതിന്റെ റിഹേഴ്സൽ കൂടെ ഓർത്തു വെക്കുക. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് വിളിക്കുന്നത് 1806 ജൂലൈ 10-ന് തമിഴ്നാട്ടിലെ വെല്ലൂരില് അന്നത്തെ ബ്രിട്ടീഷ് എന്താ പറയുന്നത് ആർമിയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥർ നടത്തിയ കലാപത്തെയാണ്. അവർക്ക് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ജോൺ ക്രാറ്റോക്ക് ഏർപ്പെടുത്തിയ പ്രത്യേക വസ്ത്രധാരണ രീതിയിൽ പ്രതിഷേധിച്ചായിരുന്നു അവർ ഈ കലാപം നടത്തിയത്. ഈ കലാപത്തെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണെന്നാ പറഞ്ഞേ നമ്മള്? വി ഡി സവർക്കർ ആണ്. അപ്പൊ ഈ വി ഡി സവർക്കറിനെ പഠിച്ചപ്പോ നമ്മൾ 1857 വിപ്ലവത്തിന് കുറേയധികം വിശേഷണങ്ങൾ ഉണ്ട്. 1857 വിപ്ലവത്തിന്റെ വിശേഷണങ്ങൾ. അങ്ങനെ 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതും ഇദ്ദേഹമാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? വി ഡി സവർക്കർ ആണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. ഇനി അടുത്തത് ശിപ്പായി ലഹള എന്ന് പേരുണ്ട് എന്ന് പറഞ്ഞു. ആ ശിപ്പായി ലഹള എന്ന ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിശേഷിപ്പിച്ച വ്യക്തിയുടെ പേര്, രണ്ട് പേരാണ്. ഒരാളുടെ പേര് സീലി എന്നാണ്. ആരാണ്? ഒരാള് സീലിയാണ്.
അടുത്തത് ജോൺ ലോറൻസ് ആണ്. അടുത്തത് ജോൺ ലോറൻസ് ആണ്. അപ്പൊ ജോൺ ലോറൻസും സീലിയുമാണ് എന്ത് വിശേഷിപ്പിച്ചത് എന്നാ പറയണത്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത്. ഇനി എസ് ബി ചൗധരി എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. എസ് ബി ചൗധരി ഇതിനെ വിശേഷിപ്പിച്ചത് അഭ്യന്തര കലാപം എന്നാണ്. അപ്പൊ അഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എസ് ബി ചൗധരി ആണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ഇന്ത്യയുടെ 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചു വി ഡി സവർക്കർ. ആര് വിശേഷിപ്പിച്ചു? വി ഡി സവർക്കർ. ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചു സീലിയും ജോൺ ലോറൻസും ചേർന്ന്. അഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചു ആര്? എസ് ബി ചൗധരി. ആര് വിശേഷിപ്പിച്ചു? എസ് ബി ചൗധരി. അടുത്തത് ആർ സി മഞ്ജുംദാർ എന്ന് പറയുന്ന വ്യക്തി വിശേഷിപ്പിച്ചത് എന്താണ്? ആർ സി മഞ്ജുംദാർ എന്ന് പറയുന്ന വ്യക്തി വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലേതുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല. എന്താ പറഞ്ഞത്? ഇത് ആദ്യത്തെ സമരമൊന്നുമല്ല, ആദ്യത്തേതുമല്ല, ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലേതുമല്ല. എന്താണ്? ദേശീയ തലത്തിലേതുമല്ല, ദേശീയ തലത്തിലേതുമല്ല, ദേശീയ തലത്തിലേതുമല്ല, ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലേതുമല്ല. പിന്നെ അടുത്തത് എന്തെല്ലാം എന്ന് പറഞ്ഞു? സ്വാതന്ത്ര്യ സമരവുമല്ല. എന്താണ്? സ്വാതന്ത്ര്യ സമരവുമല്ല. അപ്പൊ നെഗറ്റീവായിട്ട് പറഞ്ഞ ആളാണ് ഇദ്ദേഹം അല്ലെ. സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് പറഞ്ഞത് ആരാണ്? ആർ സി മഞ്ജുംദാർ ആണ്. ക്ലിയർ ആയോ മക്കളെ? ഇനി അടുത്തത് ദേശീയ ഉയിർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എന്താണ്? ദേശീയ തലത്തിലുള്ള ഉയിർത്തെഴുന്നേൽപ്പ്, ദേശീയ ഉയിർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത്, ഉയിർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ദേശീയ ഉയിർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലി. ബെഞ്ചമിൻ ഡിസ്രേലി ദേശീയ ഉയിർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചു. ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലിയാണ് ദേശീയ ഉയിർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത്. ഇനി ബ്രിട്ടീഷുകാർ ഇതിനെ വിശേഷിപ്പിച്ചത് എന്താണ്? ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഒന്ന് ഓർത്തു വയ്ക്കുക. ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചു ചെകുത്താന്റെ കാറ്റ്. എന്താണ്? ചെകുത്താന്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ചെകുത്താന്റെ കാറ്റ്. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞ നിങ്ങളെ വിശേഷണങ്ങള്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചു വി ഡി സവർക്കർ. ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചു ജോൺ ലോറൻസും സീലിയും ചേർന്ന്. അഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചു എസ് ബി ചൗധരി. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലേതുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് പറഞ്ഞു ആർ സി മഞ്ജുംദാർ. ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചു ബെഞ്ചമിൻ ഡിസ്രേലി. ചെകുത്താന്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചു ആര്? ബ്രിട്ടീഷുകാര്. ഒന്നും കൂടെ പറഞ്ഞേ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വി ഡി സവർക്കർ പറഞ്ഞു. ശിപ്പായി ലഹള എന്ന് ജോൺ ലോറൻസും സീലിയും പറഞ്ഞു. അഭ്യന്തര കലാപം എന്ന് എസ് ബി ചൗധരി പറഞ്ഞു. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലേതുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് ആർ സി മഞ്ജുംദാർ വിശേഷിപ്പിച്ചു. ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് ബെഞ്ചമിൻ ഡിസ്രേലി വിശേഷിപ്പിച്ചു. ചെകുത്താന്റെ കാറ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചു. ഇനി ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ റിഹേഴ്സൽ എന്നറിയപ്പെടുന്നു 1806 ജൂലൈ 10 തമിഴ്നാട്ടിലെ വെല്ലൂരിൽ ബ്രിട്ടീഷുകാരുടെ കീഴിലുണ്ടായിരുന്ന ഇന്ത്യൻ ശിപ്പായിമാർ നടത്തിയ കലാപത്തെ. ഇനി ഇതിന്റെ കലാപം നടക്കാനുള്ള കാരണം അവർക്ക് ഏർപ്പെടുത്തിയ പ്രത്യേക വസ്ത്രധാരണ രീതിയാണ്. ആ വസ്ത്രധാരണ രീതി ഏർപ്പെടുത്തിയത് ആരാണ്? ജോൺ ക്രാട്ടോക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ റിഹേഴ്സൽ എന്ന വെല്ലൂർ കലാപത്തെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? വി ഡി സവർക്കർ ആണ്. ആരാണ് വിശേഷിപ്പിച്ചത്? വി ഡി സവർക്കർ ആണ്. ഇനി അടുത്തത് എം എൻ റോയിയുടെ അഭിപ്രായത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അദ്ദേഹം പറഞ്ഞത്, എം എൻ റോയി ഫ്യൂഡൽ റിവോൾട്ട് എന്നാണ്. എന്താണ് എം എൻ റോയി വിശേഷിപ്പിച്ചത്? ഫ്യൂഡൽ. പഠിച്ചു വയ്ക്കുക. ഫ്യൂഡൽ റിവോൾട്ട് എന്നാണ് എം എൻ റോയ് വിശേഷിപ്പിച്ചത്. കുറച്ചധികം വിശേഷണങ്ങളുണ്ട്, പഠിക്കാതെ നിവൃത്തിയില്ല. ഫ്യൂഡൽ റിവോൾട്ട് എന്ന്. ഇനി നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്താണ് വിശേഷിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്നാണ്. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് ജവഹർലാൽ നെഹ്റു എന്തിനെ വിശേഷിപ്പിച്ചു എന്നാ പറയുന്നത്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അല്ലെങ്കിൽ 1857 വിപ്ലവത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചു. ഇനി അതുപോലെ തന്നെ പരിഷ്കൃതവും അപരിഷ്കൃതവും തമ്മിലുള്ള സംഘർഷം. പരിഷ്കൃതവും എന്താണ്? പരിഷ്കൃതം മോഡേൺ ആയിട്ടുള്ള ആൾക്കാർ അല്ലെ, അതുപോലെ പരിഷ്കൃതരല്ലാത്ത ആൾക്കാര്. പരിഷ്കൃതവും അപരിഷ്കൃതവും തമ്മിലുള്ള സംഘർഷം.
അപരിഷ്കൃതവും തമ്മിലുള്ള എന്താണ് സംഘർഷം എന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിശേഷിപ്പിച്ചത് ആര് ആണ്? TR ഹോംസ് ആണ്. ഇത്രയും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. അപ്പോ MN റോയ് എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിശേഷിപ്പിച്ചത്? ഫ്യൂഡൽ റിവോൾട്ട് എന്ന്. ജവഹർലാൽ നെഹ്റു ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന്. TR ഹോംസ് പരിഷ്കൃതവും അപരിഷ്കൃതവും തമ്മിലുള്ള സംഘർഷം എന്ന്. പരിഷ്കൃതവും അപരിഷ്കൃതവും തമ്മിലുള്ള സംഘർഷം എന്ന് TR ഹോംസ്. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് ജവഹർലാൽ നെഹ്റു. ഫ്യൂഡൽ റിവോൾട്ട് എന്ന് MN റോയൊക്കെ വിശേഷിപ്പിച്ചു. ഇത്രയുമാണ് വിശേഷണങ്ങൾ. ഇനി നമുക്ക് കലാപ നേതാക്കളെയാണ് പഠിക്കേണ്ടത്. 1857 വിപ്ലവത്തിന്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഈ നേതാക്കളെ നമ്മൾ ഇന്ന് പഠിക്കും. ഈ ഓരോ നേതാക്കളെയും കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നുകിൽ ഇന്ന് ഈവനിങ്ങിലെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നാളെ തന്നെ ഉള്ള ക്ലാസ്സിൽ നമ്മൾ ഒരു ടോപ്പിക് എടുത്ത് ആ ടോപ്പിക്ക് പരമാവധി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അടുത്ത ടോപ്പിലേക്ക് പോകാൻ നോക്കുള്ളൂ. അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരം അവസാനിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കലാപകാരികളെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഇതിന്റെ അനന്തര ഫലം കൂടെ പഠിച്ചാലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം തീരുള്ളൂ. അപ്പൊ നമുക്കത് ഒറ്റ 2-3 ക്ലാസ് ആയിട്ട് അടുപ്പിച്ച് അതങ്ങോട്ട് തീർക്കാം. ഓരോ സ്ഥലത്തെയും നേതാക്കളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഝാൻസിയിലെ ആരായിരുന്നു നേതാവ്? ഝാൻസിയിലെ നേതാവ് റാണി ലക്ഷ്മിബായി ആയിരുന്നു. ഈ നേതാക്കളെ സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ഝാൻസിയിലെ നേതാവ് റാണി ലക്ഷ്മിബായി ആണ്. ഡൽഹിയിലെ നേതാക്കൾ ആരൊക്കെയാണ്? ഡൽഹിയിലെ നേതാക്കൾ 2 പേരുണ്ട്, പ്രധാനമാണ്. ഒന്ന് ഭക്ത് ഖാനാണ്. ഡൽഹിയിൽ ഒന്ന് ഭക്ത് ഖാനാണ്. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ രണ്ടാമൻ, അദ്ദേഹത്തെ നമ്മൾ ഡൽഹിയിലെ രാജാവായിട്ട് ചക്രവർത്തിയായിട്ടൊക്കെ ഉപരോധിച്ചു അല്ലെ. ഇനി കാൺപൂരിലെ നേതാവ് ആരാണ്? കാൺപൂരിലെ നേതാവ് നാനാ സാഹിബാണ്. കാൺപൂരിലെ നേതാവ് ആരാണ്? നാനാ സാഹിബാണ്. കാൺപൂരിൽ ആരായിരുന്നു നേതാവ്? നാനാ സാഹിബാണ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്, ഡൽഹിയിൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബാണ്. അടുത്തത് മീററ്റിൽ ആരാണ്? മീററ്റിൽ നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേര് കദം സിംഗ് എന്നാണ്. മീററ്റിൽ ആരായിരുന്നു? കദം സിംഗ് ആയിരുന്നു. ഫൈസാബാദിൽ ആരാണ്? അടുത്തത് ഫൈസാബാദിലെ നേതാവ് ആരാണ്? ഫൈസാബാദിൽ ആരാണ് നേതൃത്വം കൊടുത്തത്? മൗലവി അഹമ്മദുള്ളയാണ്. മൗലവി അഹമ്മദുള്ള. ഈ മൗലവി അഹമ്മദുള്ളക്ക് ഒരു പേരുണ്ട്, ആ പേരും കൂടിയും നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം. മൗലവി അഹമ്മദുള്ളയെ നമ്മൾ ഡങ്കാ ഷാ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ ഡങ്കാ ഷാ എന്നറിയപ്പെടുന്നതും ആരെന്നെയാണ്? മൗലവി അഹമ്മദുള്ള തന്നെയാണ്. ഇനി മധുരയിൽ ആരാണ് നേതൃത്വം നൽകിയത് എന്ന് ഓർത്തു വയ്ക്കുക. മധുരയിൽ നേതൃത്വം നൽകിയത് ദേവി സിംഗ് ആണ്. ആരാണ്? ദേവി സിംഗ് മധുരയിൽ നേതൃത്വം നൽകി. ദേവി സിംഗ് ആണ്. ഇനി ഗ്വാളിയോറില് നേതൃത്വം നൽകിയത് ആരാണ്? ഗ്വാളിയോറില് നേതൃത്വം നൽകിയതും റാണി ലക്ഷ്മിബായി തന്നെയാണ്. അപ്പൊ ഝാൻസിയിൽ മാത്രല്ല, ഇവർ എവിടെയും നേതൃത്വം നൽകി? ഝാൻസി, ഗ്വാളിയോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ റാണി ലക്ഷ്മിബായി നേതൃത്വം നൽകി. ഇനി അടുത്തത് കോട്ടയിൽ നേതൃത്വം നൽകിയത് ആരാണ്? കോട്ടയിൽ നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേര് ജയ് ദയാൽ എന്നാണ്. കോട്ടയിൽ ആരാണ്? ജയ് ദയാലാണ്. ഇത്രയൊന്നും പഠിച്ചേ മക്കളെ നിങ്ങള്. അതായത് 1857 വിപ്ലവത്തിന്റെ നേതാക്കളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. 1857 വിപ്ലവത്തിന്റെ നേതാക്കൾ ആരൊക്കെ എന്ന് ഒന്ന് ഓർത്തു വയ്ക്കുക. ഗ്വാളിയോറിലും ഝാൻസിയിലും റാണി ലക്ഷ്മിബായി ആണ്. ഡൽഹിയില് ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ്. കാൺപൂരിൽ നാനാ സാഹിബാണ്. മീററ്റിൽ കദം സിംഗ് ആണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ്. അഹമ്മദുള്ളയെ ഡങ്കാ ഷാ എന്നും വിളിക്കുന്നു. മധുരയിൽ ദേവി സിംഗ് ആണ്. കോട്ടയിൽ ജയ് ദലാൽ ആണ്. ഒന്നും കൂടെ പറയൂ. ഗ്വാളിയോറിലും ഝാൻസിയിലും റാണി ലക്ഷ്മിബായി ആണ്. ഡൽഹിയിൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ്. കാൺപൂരിൽ നാനാ സാഹിബാണ്. മീററ്റിൽ കദം സിംഗ് ആണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ്. അദ്ദേഹത്തെ ഡങ്കാ ഷാ എന്ന് വിളിക്കുന്നു. മധുരയിൽ ദേവി സിംഗ് ആണ്. കോട്ടയിൽ ജയ് ദയാൽ ആണ്. ഇനി അടുത്തത് ഹരിയാനയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഹരിയാനയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ 1857 റിവോൾട്ടിന് നേതൃത്വം നൽകിയത് റാവു തുലാറാം എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? റാവു ട്ടോ.
റാവു തുലാറാം ആണ് ഹരിയാനയിൽ നേതൃത്വം നൽകിയത്. റാവു തുലാറാം ആരാണ്? റാവു തുലാറാം. ഇനി അടുത്തത് ലക്നൗ. എവിടെയാണ് ലക്നൌവിൽ നേതൃത്വം നൽകിയത്? ലക്നൌവിൽ നേതൃത്വം നൽകിയത്. ആഗ്രയിൽ നേതൃത്വം നൽകിയത്. ആഗ്രയിൽ നേതൃത്വം നൽകിയത്. ഔദിൽ നേതൃത്വം നൽകിയത്. അയോധ്യയിൽ നേതൃത്വം നൽകിയത്. ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒക്കേത്തിനും ഒരു വ്യക്തി മാത്രമാണ് ആൻസർ. എല്ലാം ബീഗം ഹസ്രത്ത് മഹലാണ്. ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഗം ഹസ്രത്ത് മഹലാണ്. ക്ലിയർ ആയോ മക്കളെ? ഇപ്പൊ രണ്ട് ലേഡികളെ നമ്മൾ പഠിച്ചു പോലെ. ആരൊക്കെയാണ്? റാണി ലക്ഷ്മി ബായിയെ പഠിച്ചു അല്ലെ? ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ, ബീഗം ഹസ്രത്ത് മഹലാണ്. ഇനി അടുത്തത് ബീഹാറിൽ നേതൃത്വം നൽകിയത്. ബീഹാറിലെ നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ ജഗദീഷ്പൂരിലെ നേതൃത്വം നൽകിയത്. ബീഹാർ, ജഗദീഷ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ. ബീഹാർ, ജഗദീഷ്പൂർ, ആര തുടങ്ങിയ സ്ഥലങ്ങളിൽ. ബീഹാർ, ജഗദീഷ്പൂർ, ആര തുടങ്ങിയ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് കൺവർ സിംഗ് എന്നാണ്. കൺവർ സിംഗ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തെ 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കുന്നു. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികനായ കൺവർ സിംഗ് ബീഹാർ, ജഗദീഷ്പൂർ, ആര തുടങ്ങിയ സ്ഥലങ്ങളിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകി. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ബറേലി. അടുത്ത സ്ഥലത്തിന്റെ പേരാണ് ബറേലി. ബറേലി മാത്രല്ല, ഒരു സ്ഥലം കൂടി ഉണ്ട്, അത് റോഹിൽഖണ്ഡ് എന്നാണ്. ബറേലി അതുപോലെ തന്നെ റോഹിൽഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ. ബറേലിയിൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. റോഹിൽഖണ്ഡ് ഞാൻ കണ്ടിട്ടില്ല. ബറേലിയും റോഹിൽഖണ്ഡിലും ഖാൻ ബഹദൂർ ഖാൻ ആണ്. ഖാൻ ബഹദൂർ ഖാൻ. ഖാൻ ബഹദൂർ ഖാൻ. അപ്പൊ ഇത്രയും ആൾക്കാരുടെ പേര് നമ്മൾ പഠിക്കണം. ഇവരെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് ആൾക്കാരെ കുറിച്ചേ ഉള്ളൂ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞ ഹരിയാനയിൽ റാവു തുലാറാം, ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബീഗം ഹസ്രത് മഹൽ, ബീഹാർ, ജഗദീഷ്പൂർ, ആര തുടങ്ങിയ സ്ഥലങ്ങളിൽ കൺവർ സിംഗ്, ബറേലി, റോഹിൽഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഖാൻ ബഹദൂർ ഖാൻ. ഇനി 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ കൺവർ സിംഗ്. ഡങ്കാഷ എന്നറിയപ്പെടുന്നത് മൗലവി അഹമ്മദുള്ള. അപ്പൊ ബറേലി, റോഹിൽഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകി ഖാൻ ബഹദൂർ ഖാൻ. ബറേലി, റോഹിൽഖണ്ഡ്, ഖാൻ ബഹദൂർ ഖാൻ. ബീഹാർ, ജഗദീഷ്പൂർ, ആര തുടങ്ങിയ സ്ഥലങ്ങളിൽ കൺവർ സിംഗ്. ബീഹാർ, ജഗദീഷ്പൂർ, ആര, കൺവർ സിംഗ്. കൺവർ സിംഗ് 1857 വിപ്ലവത്തിന്റെ വന്ധ്യ വയോധികനാണ്. ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹൽ. ഹരിയാനയിൽ റാവു തുലാറാം. ഗ്വാളിയോർ, ഝാൻസി, റാണി ലക്ഷ്മിബായ്. ഡൽഹി, ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. കാൺപൂരിലെ നാനാ സാഹിബ്. മീററ്റിലെ കദം സിംഗ്. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള ഡങ്കാഷ്. അദ്ദേഹത്തിന് ഡങ്കാഷ എന്ന പേരുണ്ട്. മധുരയിൽ ദേവി സിംഗ്, കോട്ടയിൽ ജയ് ദലാലാണ്. അപ്പൊ ഇത്രയാണ് മക്കളെ. ഒരു 10-40 മിനിറ്റിനേക്കാൾ കൂടുതലാവുമ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ടിരിക്കാനും അത്ര സുഖം ഉണ്ടാവില്ല, കാരണം ഹിസ്റ്ററിയൊക്കെയാണ്. അതുകൊണ്ട് ടീച്ചർ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ഇനി ഈ ക്ലാസ്, ഇനി അടുത്ത ജികെയുടെ ക്ലാസ്സിൽ ഉറപ്പായിട്ടും ഇതിന്റെ ബാക്കി തന്നെയാണ്. 1857 വിപ്ലവം കഴിഞ്ഞിട്ടാണ് ഇനി അടുത്തൊരു ടോപ്പിക്ക് നമ്മൾ തുടങ്ങുള്ളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ടീച്ചർക്ക് ഒന്ന് ലൈക്ക് തരിക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ടീച്ചറുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് ടീച്ചറുടെ ക്ലാസ് കാണുന്നതെങ്കിൽ ഒന്ന് ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം കേട്ടോ.